നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇത് 2024 ഡിസംബർ മാസം 19-ാം തീയതി 1200-ാം ആണ്ട് ധനുമാസം 4-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് നല്ല ദിവസമാണ് വ്യാഴാഴ്ച. വ്യാഴം എന്ന് പറഞ്ഞാൽ ഗുരുവാരം, ഗുരുവിൻ്റെ ദിവസം. പക്ഷേ ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം ശുഭനക്ഷത്രമല്ല. അപ്പോൾ നമുക്ക് ദിവസം അനുകൂലപ്രദമാണെങ്കിൽ പോലും നക്ഷത്രം അനുകൂലപ്രദമല്ല. അതുകൊണ്ട് ഇന്ന് ശുഭകാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. വളരെ സുപ്രധാനമായിട്ടുള്ള ശുഭകാര്യങ്ങളാണെങ്കിൽ അത് മാറ്റി വെക്കുന്നതാണ് നല്ലത്. ആഴ്ച കൊള്ളാം, പക്ഷേ ആയില്യ നക്ഷത്രം അനുകൂലപ്രദമായ നക്ഷത്രമല്ല, പോസിറ്റീവ് കുറഞ്ഞ നക്ഷത്രമാണ്. അതുകൊണ്ട് ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. അതുപോലെ ധനുമാസത്തിലെ ആയില്യ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ആയില്യംകാർക്ക് വളരെ നല്ല ഒരു വർഷമായിരിക്കും. സാമ്പത്തിക പുരോഗതിയുടെ വർഷമായിരിക്കും. കാരണം പലതരത്തിലൂടെ ധനമാർഗം ഉണ്ടാവും. സാധാരണ ഊഹ കച്ചവടങ്ങളിലൊക്കെ നിൽക്കുന്നവർ, ഷെയർ മാർക്കറ്റ്, അതുപോലെ റിയൽ എസ്റ്റേറ്റ്, ഇതിലൂടെ ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത ധനം വന്നു ചേരും. അതുപോലെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനോ ബിസിനസ് ചെയ്യുന്നവർക്കാവട്ടെ, ബിസിനസ്സിലാണ് എളുപ്പം പൈസ വരാൻ സാധ്യത കൂടുതൽ, സാമ്പത്തിക പുരോഗതി വന്നു ചേരും. അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്ക്, പ്രൊമോഷനൊന്നും കിട്ടാതിരിക്കുന്നവർക്ക് പ്രൊമോഷൻ സാധ്യതയുള്ള കാലഘട്ടവും കൂടിയാണ്. അതിന് വേണ്ടി ട്രൈ ചെയ്യുക, അതും നിങ്ങൾക്ക് അനുകൂലപ്രദമായി തീരും. അപ്പോൾ ഇതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ അവസ്ഥയാണെങ്കിൽ ഇന്നത്തെ ദിവസം മൊത്തത്തിലെടുക്കുമ്പോൾ നല്ലതല്ല. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പ്രാർത്ഥനയോടെ പോകണം. അതിനൊപ്പം തന്നെ നമുക്ക് ഇന്നത്തെ സമയം ദിവസം അത്ര നല്ലതല്ല, എന്നാലും രാവുകാല സമയത്ത് നോക്കി വേണം ഓരോ കാര്യത്തിൽ ഇറങ്ങാൻ. രാവുകാല സമയം ഇന്ന് വരുന്നത് ശരിക്ക് 1:47 തൊട്ട് 3:13 വരെയും, അതുപോലെ ഗുളികകാല സമയം വരുന്നത് 9:30 തൊട്ട് 10:56 വരെയും, യമകണ്ഠ കാലം സമയം വരുന്നത് 6:39 തൊട്ട് 8:05 വരെയും. ഒന്ന്, യാത്രയ്ക്ക് രാവുകാലം ഉപയോഗിക്കരുത്. യമകണ്ഠകാലവും ഗുളികകാല സമയവും ഒരു കാര്യത്തിനും എടുക്കരുത്. ഇന്നത്തെ ദിവസം നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും ഇന്നത്തെ ദിവസം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തം തന്നെ എടുക്കാം. 11:58 തൊട്ട് 12:46 വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഈ സമയം വളരെ പോസിറ്റീവ് നിറഞ്ഞ സമയമായതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പോസിറ്റീവായി തീരും. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിലൂടെ പ്രാധാന്യം കൊടുക്കുക. മഞ്ഞ കളറിലുള്ള വസ്ത്രം അല്ലെങ്കിൽ മഞ്ഞ മിക്സായിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഷർട്ടായിട്ടോ ബ്ലൗസായിട്ടോ ഷാളായിട്ടോ അല്ലെങ്കിൽ കർച്ചീപ്പായിട്ടെങ്കിലും ഒരു മഞ്ഞ തുണി കയ്യിൽ കരുതുന്നത് നമ്മളിലേക്ക് ഗുരുവിൻ്റെ പ്രകാശം, ദൃഷ്ടി നമ്മളിലേക്ക് പതിയാനും നമുക്ക് പോസിറ്റീവ് ഫലത്തെ ലഭിക്കാനും സഹായകരമായി തീരും. അപ്പോൾ ഈ ദിവസം കൊള്ളൂല, ദിവസം നല്ലതാണ്, നക്ഷത്രം കൊള്ളൂലെങ്കിലും നമുക്ക് ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് ഗുരു എന്തിനേയും മാറ്റാൻ ശക്തിയുള്ളവനാണ്. അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.